പണ്ട് കേരളത്തിൽ കൂണുകൾ പോലെ ഉണ്ടായിരുന്നു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. കാലം മാറിയതോടെ അവയെല്ലാം അപ്രത്യക്ഷമായി. തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണിത്. സനാതനധർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് 1916 ഇതിന് തുടക്കം കുറിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗിൻ്റെ സുവർണ്ണ കാലത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറയാൻ കാണും. പണ്ട് മൊബൈൽ ഫോണുകൾക്ക് മുൻപ്, കമ്പ്യൂട്ടറിന് മുൻപ് ഒരു യുഗമുണ്ടായിരുന്നു. സായാഹ്നത്തിൻ്റെ വർണ്ണഭേദങ്ങൾ വെള്ളക്കടലാസിൽ പടരുന്നതിനു മുൻപുള്ള കാലം. യുഗമാറ്റത്തിൻ്റെ താഴ്വരയിൽ സാങ്കേതികത യാത്ര പറഞ്ഞു മുന്നേറിയപ്പോൾ നിന്നിടത്ത് വേരുറച്ചുപോയ ടൈപ്പ് റൈറ്റർ. അന്ന് ജീവിതത്തിന് ഇത്രമേൽ നിറം വെച്ചിട്ടുണ്ടായിരുന്നില്ല. വിവരസാങ്കേതികതയുടെ ആഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല. കടലാസിൽ കറുപ്പും വെളുപ്പും മാത്രമുണ്ടായിരുന്ന കാലത്ത് തൊഴിലന്വേഷകരായ യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് തുടിപ്പേകിയത് ഈ താളമായിരുന്നു. ടൈപ്പ് റൈറ്ററുകളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും പുഷ്കലകാലം. എൻ്റെ അപ്പൂപ്പനാണ് തുടങ്ങിയത്. 1916 തുടങ്ങിയത്. പിന്നെ അത് അമ്മ ഏറ്റെടുത്ത് നടത്തി. നിറയെ പിള്ളേരുണ്ടായിരുന്നു. നല്ല വരുമാനമായിരുന്നു. അല്ല, ഇവിടെ നിന്ന് വരെ പല മിഷീനും കൊണ്ടുപോയി പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വസന്തകാലം അവസാനിച്ചെങ്കിലും ടൈപ്പ് റൈറ്ററുകളുടെ താളം ഇപ്പോഴും നിലച്ചിട്ടില്ല. ടൈപ്പ് റൈറ്റിങ്ങിന് ആ ഒരു ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് എടുത്ത് കളഞ്ഞിട്ടില്ല. ടൈപ്പിസ്റ്റിന് KGT ലോവറും വേണം, ഹയറും വേണം, മലയാളം ലോവറും വേണം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഫിംഗറിങ് ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ടൈപ്പ് റൈറ്റിംഗാണ് നല്ലത്. കമ്പ്യൂട്ടർ കീബോർഡ് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുള്ള് കമ്പ്യൂട്ടറിലോട്ട് മാറാൻ പോവുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ മാത്രം ടൈപ്പ് റൈറ്റിംഗിൽ നമ്മൾ പഠിപ്പിക്കുക, കമ്പ്യൂട്ടറിൽ പോയി പരീക്ഷ എഴുതുക എന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ വർഷം കൂടെ മാത്രം പഴയ രീതിയിൽ എക്സാം നടത്താമെന്നും അടുത്ത വർഷം മുതൽ ആ രീതി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ഒരു 1 ഇയർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് സിലബസ് ക്ലിയർ ആവത്തുള്ളൂ. പഴയ പ്രതാപമില്ലെങ്കിലും PSC യോഗ്യത ഉള്ളിടത്തോളം കാലം ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇനിയും നിലനിൽക്കും. പ്രേം ശശിക്കൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.